വേൾഡ് ഓഫ് മാർഷൽ ആർട്സ് വിത്ത് ബുഹാരി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആയോധനകളുടെ വ്യത്യസ്തമായ അത്ഭുതകരമായ പ്രകടനങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. എല്ലാതരം ആയോധനകലകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ അത്ഭുതകരമായ പ്രകടനങ്ങളിലേക്ക് പോകാം. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് കുംഫുവിലെ നെഞ്ച മൂഷിഷു എന്ന് പറയുന്ന ഒരു ഫോമാണ്. നെഞ്ച മൂഷിഷു എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ശ്വാസ പ്രക്രിയകൾ, നമ്മുടെ ശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്ക് വായു അറയിലേക്ക് 3 ലിറ്റർ വായു ശരിക്കും കയറുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 1/2 ലിറ്റർ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്സിജൻ ശരിക്കും ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഒരു 20% നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ശരിക്കും നന്നായി ബ്രീത്ത് ചെയ്ത ആൾക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ തന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്ക് റെമഡി ശരിക്ക് ഓക്സിജൻ്റെ കുറവുണ്ടെന്നാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നന്നായി എനർജി കിട്ടണമെങ്കിൽ നല്ല പ്യൂർ ഓക്സിജൻ കിട്ടണം. നമ്മൾ പലപ്പോഴും പല ടൂറൊക്കെ പോയി കാട് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് ഈ നല്ല ശുദ്ധവായു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വായു വലിച്ചെടുത്ത് അതേപോലെ തന്നെ ബോഡിയുടെ ഓരോ മസിലുകളിലേക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. ഇതിൽ നെഞ്ച മൂഷിഷു എന്ന് പറയുന്നൊരു ബ്രീത്തിങ് ഫോമാണ് കാണുന്നത്. പ്രത്യേകിച്ച് വായുവിൻ്റെ ശക്തിയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സൈക്കിൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചവിട്ടാണ്. ഒരു കയറ്റമൊക്കെ കയറുമ്പോൾ വളരെ ഈസി ആയിട്ട് ചവിട്ടും. പക്ഷെ ഒരാളെ കൂടെ നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം ശക്തമായി വലിച്ച് വിടും. അപ്പോൾ വായുവിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. ആ വായുവിൻ്റെ എനർജി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഫോം നമുക്ക് കാണാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഉഗ്രം ഫൈറ്റാണ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഭയമാണ്. ഫൈറ്റ് ചെയ്യാൻ പാടും, എന്തെങ്കിലും ഇഞ്ചുറി പറ്റുമോ ഇല്ല. സാധാരണഗതിക്ക് ഈ മാർഷൽ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പേഡുകളൊക്കെ വെച്ച് ശരീരമൊക്കെ സേഫ് ആക്കിയിട്ട് തന്നെയാണ് ഫൈറ്റുകളൊക്കെ ചെയ്യുക. ഇങ്ങനെ ഫൈറ്റുകളൊക്കെ ചെയ്ത് പഠിച്ചാൽ ഇന്നത്തെ സാഹചര്യം മദ്യം മയക്കുമരുന്നുള്ള കാലഘട്ടത്തോളം ആരെങ്കിലും ആക്രമിക്കാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ആക്രമിക്കപ്പെടാനുള്ള സാധ്യത. അപ്പോൾ എന്തായാലും ഒരു ഡിഫെൻഡിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ മാർഷൽ ആർട്സുകളൊക്കെ ആവശ്യമാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഇപ്പോൾ നീന്താൻ അറിയുന്ന ആൾക്ക് വെള്ളത്തിലേക്ക് ധൈര്യമായിട്ട് എടുത്ത് ചാടാം, അതല്ലാത്ത ആൾക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റ് ഇതേപോലത്തെ കോമ്പിനേഷൻസുകളൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്ക് വന്നാൽ തന്നെ ഒരു മനോധൈര്യം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളൊരു ഫൈറ്റ് കോമ്പിനേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു അടിപൊളി ഫൈറ്റ് കോമ്പിനേഷനാണ്. നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം.
റിലാക്സ്, a breath break. സ്വാഭാവികമായി നമ്മൾ വെയിറ്റ് അങ്ങോട്ട് പോകും. വരുമ്പോൾ ഹാർട്ട് വരെ ഏതാനും സമയം സ്റ്റക്കായി പോകും. പരിശ്രമമാണ് എല്ലാത്തിൻ്റെയും ഫലം നൽകുന്നത്. ഈ എപ്പിസോഡിലെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫ്ലെക്സിബിലിറ്റി, ശരീരത്തിൻ്റെ വളയൽ, തിരിയൽ, മറിച്ചിലുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള, സാധാരണ ഒരു 5-6 വയസ്സ് മുതലൊക്കെ നമ്മൾ ഈ മാർഷൽ ആർട്സൊക്കെ പരിശീലിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല ഹെവി ടാലൻറ്റഡ് ആയിട്ട് മാറാൻ സാധിക്കും. പക്ഷേ സാഹചര്യവശാൽ നമ്മുടെ രാജ്യം ഈ സ്പോർട്സിനൊന്നും യാതൊരു പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. പല അഴിമതി കഥകളും, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. നമ്മളെ സ്പോർട്സ് പരമായി വളരെ പിന്നിലാണ് നമ്മുടെ ആളുകൾ മൊത്തം. പിന്നെ സ്പോർട്സ് അതൊന്നും വേണ്ട എന്നുള്ളൊരു, മീൻസ് സ്കൂളിലെ പഠനം മാത്രം മതി എന്നുള്ളൊരു മാനസികാവസ്ഥ ഏറെക്കുറൊക്കെ ഉണ്ട്. എങ്കിലും CBSE സ്കൂളുകളൊക്കെ അതിന് വളരെ മുൻകൈ എടുത്ത് അതിനൊരുപാട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വരുന്നുണ്ട് മുന്നോട്ട്. ഈ ഫ്ലെക്സിബിലിറ്റി ശരീരത്തിന് സാധാരണ ഒരു 20-25 വയസ്സൊക്കെ കഴിഞ്ഞ് മാർഷൽ ആർട്സൊക്കെ പഠിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഏതൊരു വ്യക്തിക്കും ശരിക്കും ഒരു 50-60% മാർഷൽ ആർട്സിൽ ഏത് ഏജിൽ വന്നാലും, ഏകദേശം കൈയും കാലൊക്കെ വീശാൻ പറ്റുന്ന ഏത് ഏജിൽ വന്നാലും പഠിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെയും അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾ മുതലുള്ള ആളുകളുടെയും ഒരു ഉഗ്രൻ പെർഫോമൻസുകളാണ്. ശരീരത്തിൻ്റെ വളർച്ചകളും തിരിച്ചുകളും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളുണ്ട്. ആ ട്രെയിനിങ്ങിന് ശേഷം അവരുടെ പ്രകടനം നമുക്കൊന്ന് കാണാം. ലെറ്റ്സ് സീ. അടുത്തതായി ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെൽഫ് ഡിഫെൻസ് ടിപ്പുകളാണ്. ഓരോ എപ്പിസോഡിലും ഈ ഒരു സെഗ്മെൻറ്റ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ എപ്പിസോഡ് മുടങ്ങാതെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് പ്രശ്നത്തെയും വളരെ കോൺഫിഡൻറ്റോടെ നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകൾ നിത്യജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. റോഡിന്റെ സൈഡിലൂടെ നമ്മൾ സാധാരണ നടന്നു പോവുകയാണ്. ഒരു കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടീം കാറ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഓടി വന്ന് കൈ പിടിക്കുകയാണ്.
കൈ പിടിച്ച് നമ്മൾ കാറിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അതിനുള്ള ഒരു ഡിഫറൻസ് ആണ്, അതിനുള്ള ഒഴിവാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ വലിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വെയിറ്റ് അങ്ങോട്ട് പോകും. നമ്മൾ സ്റ്റെപ്പ് ഒന്ന് അങ്ങോട്ട് തെറ്റും. അങ്ങോട്ട് തെറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കയ്യിലൂടെ ക്യാച്ച്